ഇടുക്കി മൂന്നാർ ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ മർദ്ദനമേറ്റതായി പരാതി. അക്രമത്തിൽ ഡ്രൈവർ മൂവാറ്റുപുഴ സ്വദേശി സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു. വാഹനത്തിന്റെ ചില്ലുകളും സംഘം അടിച്ചു തകർത്തു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത്. RP റോയൽറ്റി കമ്പനി എന്ന സ്ഥാപനത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സ്വപ്നേഷ്. കഴിഞ്ഞ ദിവസം യാത്രക്കാരെ മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ച ശേഷം മറ്റൊരു ട്രിപ്പിനായി ആനച്ചാലിലെ സ്വകാര്യ റിസോർട്ടിന്റെ പാർക്കിംഗിൽ വിശ്രമിക്കുകയായിരുന്നു സ്വപ്നേഷ്. ഇതിനിടെ ഓൺലൈൻ ടാക്സി സവാരി അനുവദിക്കില്ലെന്ന് ആരോപിച്ച് ഒരു കൂട്ടം പ്രാദേശിക ടാക്സി തൊഴിലാളികൾ മറ്റു ആളുകളെയും കൂട്ടിയെത്തി തന്നെ മാരകമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് സ്വപ്നേഷ് പറയുന്നു. ഇന്നലെ രാത്രിയിലെ വൈകുന്നേരത്തെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് ഞാൻ ആനച്ചാലിലെ സമ്മർക്കാസിലെ പാർക്കിങ്ങിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് ഡ്രൈവർമാരെന്ന് തോന്നിക്കുന്ന കുറച്ച് ആൾക്കാർ വന്ന് എന്നെ മർദ്ദിക്കുകയും എൻ്റെ കാറ് തല്ലിപ്പൊളിക്കുകയും എൻ്റെ കർണക്കുറ്റി അടിച്ചു പൊളിക്കുകയും എൻ്റെ പല്ലിൽ പാർക്കിങ്ങിൽ വിശ്രമിക്കുകയായിരുന്ന ഡ്രൈവറെ അനധികൃതമായാണ് മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികളും പറയുന്നു. ഒരു ബൈക്ക് വരുന്നുണ്ട്, കുറച്ച് ഓട്ടോക്കാർ വരുന്നുണ്ട്, കുറച്ച് ടാക്സി വരുന്നുണ്ട്. ഒരു ജസ്റ്റ് 2-3 മിനിറ്റിനുള്ളിൽ 10 വണ്ടിക്കാരുണ്ട്. അവിടെ പാവപ്പെട്ട ചുമ്മാ എടുത്തിട്ടിരിക്കുക. എന്നിട്ട് ആരോടൊക്കെ എടുത്ത് കല്ലെടുത്തെറിയുന്നു. ഗ്ലാസ് പൊട്ടിപ്പോയി. അതിൻ്റെ അകത്തിട്ട് പിന്നെ ഒരു കല്ലെടുത്തിട്ട് ഇവർ ആ വണ്ടിക്ക് ചുറ്റും മൊത്തം വരിക്കുക. ആക്രമണത്തിൽ സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു. തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം സ്വപ്നേഷ് വന്ന കാറിന്റെ ചില്ലുകൾ സംഘം അടിച്ചു തകർത്തു. കല്ലുപയോഗിച്ച് വാഹനത്തിന് കേടുപാടും വരുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വെള്ളത്തൂവൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുമ്പും സമാനമായ രീതിയിൽ വാഹനങ്ങൾ തടയുന്നത് സ്ഥിരം സംഭവമാണെന്നും ആനച്ചാലിൽ ഇപ്പോൾ വരാൻ പേടിയാണെന്നും ഡ്രൈവർമാർ പറയുന്നു. മൂന്നാർ ഇതേമാതിരി പാക്കേജ് ഓട്ടം വന്ന സമയത്ത് മൂന്നാറിലെ ഡ്രൈവേഴ്സ് എല്ലാവരും കൂടി എൻ്റെ വണ്ടി തടഞ്ഞു വെച്ചിട്ട് ഗസ്റ്റിനും എനിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ച് എല്ലാം ചെയ്തിട്ടുള്ള ഒരു നേരിട്ട് സംഭവിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ജയ് ഹിന്ദ് ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്തെ